ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു. 2025 ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശിയത് 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഗൂഢാലോചനയെന്ന് ആരോപിച്ചാണ് SITയുടെ നടപടി. PS പ്രശാന്തിന്റെ കസ്റ്റഡി രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായമില്ല എന്ന് EP ജയരാജൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. LDF സർക്കാരിന് മറച്ചുവെക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. സത്യസന്ധമായി ഏത് നടപടിയും സ്വീകരിക്കാമെന്നും EP ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതേസമയം പാറ്റകൾ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിത അക്രമം നടന്നതായും സമരത്തിന്റെ സ്വഭാവം മാറിയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. 4ാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്താൽ ഇരുസഭകളും സ്തംഭിച്ചു. പ്രതിപക്ഷം നിർദ്ദേശിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വൻ അഴിമതി കണ്ടെത്തിയതായി വിജിലൻസ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പണം വാങ്ങിയതിലൂടെ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ എത്തിയത് ലക്ഷക്കണക്കിന് രൂപയാണ്. 30 ഉദ്യോഗസ്ഥർ 40 ലക്ഷം വാങ്ങിയതിന് തെളിവുകൾ ലഭിച്ചതായും ചിലരുടെ അക്കൗണ്ടുകളിൽ 21 ലക്ഷത്തിലേറെ രൂപ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ നിർണായക നീക്കവുമായി അമേരിക്ക. സൗദി അറേബ്യയുമായി സമാധാനപരമായ ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ കരാറിലും ഒപ്പുവെച്ചു. സൗദി അറേബ്യയിൽ ഒരു സിവിലിയൻ ആണവോർജ്ജ പദ്ധതി വികസിപ്പിക്കുക, അതിലൂടെ US കമ്പനികൾക്ക് സൗദി ആണവ വിപണിയിൽ വലിയ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഭാവിയിൽ സൗദി മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഈ കരാർ അനുമതി നൽകിയേക്കുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുൻ CPM അംഗവും V കുഞ്ഞികൃഷ്ണൻ MLAയുടെ അനുഭാവിയുമായ പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. ഇന്ന് പുലർച്ചെയാണ് ഷെഡ് കത്തിനശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. കൃഷിക്ക് ആവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡാണ് പൂർണ്ണമായി നശിച്ചത്. ഇടുക്കി മറയൂർ പള്ളനാട്ടിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്ക്. സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് കാർത്തിക് പാണ്ഡി എന്ന വിദ്യാർത്ഥിയെ കാട്ടുപോത്ത് ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇന്ന് രാവിലെയാണ് മറയൂർ പഞ്ചായത്തിലെ പള്ളനാട് മേഖലയിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ നെന്മണിക്കരയിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പൊലിയേടത്തുപറമ്പിൽ 89 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. കൃഷ്ണനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ മകൻ രാധാകൃഷ്ണൻ അറസ്റ്റിൽ. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണന് ജീവനാംശം നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് ഉണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മാറ്റുരയ്ക്കും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകും.